മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവും പ്രതിപക്ഷ ഉപനേതാവുമായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ 24 ന്യൂസിന് ഒരു അഭിമുഖം കൊടുത്തിരുന്നു. ആ അഭിമുഖത്തിനകത്ത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ ശബ്ദരേഖ നമുക്കൊന്ന് കേൾക്കാം. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഫലപ്രദമായി കേരള ഗവൺമെൻറ് പ്രതിപക്ഷത്തിനും കൂടി കൂട്ടി ഞങ്ങളുടെ കൂടി സഹായത്തോടു കൂടി കൂടുതൽ ഫണ്ട് കിട്ടാനുള്ള നീക്കം ഗവൺമെൻറ് നടത്തട്ടെ. ലീഗല്ല, പ്രതിപക്ഷം ഉണ്ടാവും, ഞങ്ങളൊക്കെ UDF ഉണ്ടാവും. കാരണം ഇതൊരു ഓൾ പാർട്ടി ആയിട്ട് തന്നെ നമുക്ക് നടത്താമല്ലോ. കേരളത്തിൻ്റെ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഞങ്ങൾ തയ്യാറാണല്ലോ. കേരളത്തിൻ്റെ അവകാശം കേന്ദ്ര ഗവൺമെൻറ് തരുക തന്നെ വേണം, കിട്ടിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഏത് നീക്കം നടത്താൻ ഞങ്ങൾ, പക്ഷേ ഇത് പരസ്പര ആരോപണത്തിന് ഉന്നയിക്കുന്നതല്ലാതെ ഗവൺമെൻറ് അതിനുവേണ്ടി ഫലപ്രദമായ ഒരു നീക്കം ഇതുവരെ ഓൾ പാർട്ടി അടിസ്ഥാനത്തിലൊക്കെ നടത്താൻ. ഇത്രയുമാണ് PK കുഞ്ഞാലിക്കുട്ടി 24 ന്യൂസിനോട് പറഞ്ഞത്. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കാര്യം തന്നെ സംക്ഷിപ്ത രൂപത്തിലാണ്. സംസ്ഥാന സർക്കാരുമായിട്ട് ഒന്നിച്ചു പോകാൻ, സംസ്ഥാന താല്പര്യത്തിന് വേണ്ടി ഒന്നിച്ചു പോകാൻ തയ്യാറാണ്. സർക്കാർ തന്നെ മുൻകൈ എടുത്ത് പ്രതിപക്ഷത്തെ യോജിച്ച് കൊണ്ടുപോകാനുള്ള തീരുമാനം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകാൻ തയ്യാറാണെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അത് ലീഗ് തയ്യാറാണെന്നല്ല PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്, UDF തയ്യാറാണെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ഇന്ന് പത്രസമ്മേളനത്തിനിടെ മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി വളരെ മികച്ച രീതിയിലുള്ള മറുപടി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇത് അഭിനന്ദനീയമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ മറുപടി കൂടി നമുക്കൊന്ന് കാണാം. ഞാനതിൽ അഭിപ്രായം പറയാം. ഉടനെ ലീഗിങ് വന്നാളിയെന്ന് നിങ്ങളാരും തെറ്റിദ്ധരിച്ചേക്കണ്ട. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇല്ലെങ്കിൽ ഞാൻ അഭിപ്രായം പറയാം. കാരണം എന്തോ ലീഗിനെയും കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ വല്ലാതെ പാടുപെടുകയാണ് എന്ന് നിങ്ങൾ ധരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു തുടക്കം കുറിക്കരുത്. അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ നല്ല സ്വാഗതാർഹമായ നിലപാടാണ്. ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവർക്കെല്ലാം ആ രീതിയിൽ മാത്രമേ പ്രതികരിക്കാനാവൂ. ഇത് ഞങ്ങൾ ഈ കാര്യങ്ങൾ പ്രതിപക്ഷത്തോട് പൊതുവെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നാടിൻ്റെ കയ്യിൽ കിട്ടേണ്ട പണമാണ് കിട്ടാതിരിക്കുന്നത്. ഇത് പെട്ടെന്ന് ഏതെങ്കിലും ഒരു പദ്ധതിയെ ബാധിക്കലോ ഒരു വർഷത്തെ പദ്ധതികളെ ബാധിക്കലോ അല്ല. കേരളത്തിൻ്റെ ഭാവി വികസനത്തെ തടയുന്നതിനാണ് ഇത് വഴിവെക്കുക. അത്തരമൊരു ഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അതിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ തന്നെ കേരളത്തിന് ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയണം. ഇതാണ് ഞങ്ങൾ പൊതുവായിട്ട് അഭ്യർത്ഥിക്കുന്നത്. നിങ്ങളിതുമായി സഹകരിക്കണമെന്ന് ഇന്നലെയൊക്കെ വിവിധ യോഗങ്ങളിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞതാണ്. ഏതായാലും ആ പ്രതികരണം തീർച്ചയായും പ്രതിപക്ഷത്തിന് ആലോചിക്കാൻ വഴിവെക്കുന്നതാണ്. സർക്കാർ അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യാനും സർക്കാർ തയ്യാറാണ്. കാരണം ഇവരിങ്ങനെയൊരു നിലപാടെടുത്തു പോയല്ലോ. ആ എടുത്ത നിലപാടിൽ നിന്ന് മാറുന്നതിന് അവരെ വിളിക്കലോ സംസാരിക്കലോ ചർച്ച ചെയ്യലോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതിനും സർക്കാരിന് യാതൊരു മടിയുമില്ല. എല്ലാറ്റിനും ഞങ്ങൾ സന്നദ്ധമാണ്. ഏറ്റവും പ്രധാനം യോജിച്ച് നേരിടലാണ്. ആ യോജിച്ച് നേരിടാൻ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മുഖ്യമന്ത്രി ആ മറുപടി തുടങ്ങുന്നതിന് മുൻപേ പറഞ്ഞൊരു കാര്യമുണ്ട്. ലീഗിനെ ഞങ്ങൾക്കൊപ്പം കൂട്ടാൻ വേണ്ടിയുള്ള രീതിയിലുള്ള നീക്കമാണോ ഇതെന്ന് കരുതരുത്, അങ്ങനത്തെ ഒരു നീക്കം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി ഇതിനുള്ള മറുപടി വ്യക്തത തന്നെ നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയും കാര്യങ്ങൾ വ്യക്തത തന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പ്രതിപക്ഷ ഉപനേതാവും ഈ കാര്യം പറഞ്ഞിട്ടും ഇതുവരെ മനസ്സിലാകാത്ത ഒരു വ്യക്തിയുണ്ട്. അത് പ്രതിപക്ഷ നേതാവാണ്. CPIM-ഉമായിട്ട് ഒരു യോജിച്ച നീക്കവും ഇല്ലെന്നാണ് അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിനേക്കാൾ മുൻപേ തന്നെ മാധ്യമങ്ങളോട് PK കുഞ്ഞാലിക്കുട്ടി കാര്യങ്ങൾ വ്യക്തമാക്കിയ രീതിക്ക് ഇതിപ്പോൾ പ്രതിപക്ഷത്ത് കൃത്യമായ ഭിന്നതയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. സംസ്ഥാന സർക്കാർ ഈ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടിയല്ല, സംസ്ഥാനത്തിന് വേണ്ടിയാണ്. ആ ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടിയല്ല, കേരളത്തിന് വേണ്ടിയാണ്. അങ്ങനൊരു നീക്കത്തിന് ഒപ്പം നിൽക്കാമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ CPIM-ഉമായിട്ട് ഒരുമിച്ച് ഒരു പരിപാടിക്കും പോകാൻ പറ്റത്തില്ലെന്നാണ് അസംദിഗ്ധമായിട്ട് VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഒരു നീക്കം നടത്താൻ സംസ്ഥാനത്തെ കോൺഗ്രസിന് യോജിച്ച ഒരു നീക്കം നടത്താൻ സംസ്ഥാനത്തെ കോൺഗ്രസിന് പറ്റത്തില്ല, അത് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ലെന്ന് സതീശൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് മുന്നോട്ട് പോകാൻ, യോജിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് മുസ്ലിം ലീഗിൻ്റെ അനിഷേധ്യ നേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. BJPക്കെതിരായിട്ട് പറയാൻ വേണ്ടി നിലവിലത്തെ രീതിയിൽ കോൺഗ്രസ് താല്പര്യപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസം പ്രസ് 1 TV തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. അതിനിപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തെ ഒരു ഉന്നതൻ്റെ കയ്യിൽ നിന്ന് കേരള ഗവർണർക്ക് ഒരു ലിസ്റ്റ് പോയിട്ടുണ്ട്. ആ ലിസ്റ്റിനകത്തുനിന്ന് 3 കോൺഗ്രസ്സുകാരാണ് പോയിരുന്നത്. അതിനകത്ത് 2 കോൺഗ്രസ്സുകാർ
കേരള ഗവർണർ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് വെച്ചാൽ കേരളത്തിലെ BJPയും കേരളത്തിലെ കോൺഗ്രസും ഒരുമിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. മാത്രമല്ല ഇത് ലീഗിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. മാത്രമല്ല സംസ്ഥാന സർക്കാരിന് നവകേരള സദസ്സ് പരിപൂർണ വിജയമായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഈ നിലപാട്. അത് ഇതുവരെയായിട്ടും പ്രതിപക്ഷ നേതാവ് VD സതീശനും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മനസ്സിലായാൽ പോലും അദ്ദേഹത്തിൻ്റെ അഹങ്കാരം അതിനെ മനസ്സിലായെന്ന് പറയാൻ അനുവദിക്കുന്നില്ലെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. എന്തൊക്കെയാലും സംസ്ഥാന സർക്കാരുമായിട്ട് യോജിച്ചു പോകാൻ തയ്യാറാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുകയാണ്. അതിനെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ യോജിച്ച് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് PK കുഞ്ഞാലിക്കുട്ടിയെ തള്ളിയിരിക്കുകയാണ് VD സതീശൻ.